കഥകളി. കേരളത്തിൻ്റെ തനത് ദൃശ്യകലാരൂപമാണ് കഥകളി. ദൃശ്യകലാലോകത്തിന് കേരളത്തിൻ്റെ ഏറ്റവും മികച്ച സംഭാവനയും ഇതാണ്. തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്ന ഈ ക്ലാസിക് അഭിനയകലയ്ക്ക് വേണ്ടി ഒരു സാഹിത്യ പ്രസ്ഥാനവും രൂപമെടുത്തു, ആട്ടക്കഥാസാഹിത്യം. കഥകളി കേരളീയമാണെങ്കിലും അതിലെ കൈമുദ്രകൾ, രസാഭിനയങ്ങൾ എന്നിവ ഭാരതീയമാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് കഥകളിയുടെ ആവിർഭാവം. കാവ്യം രണ്ട് വിധത്തിലുണ്ട്, ദൃശ്യവും ശ്രാവ്യവും. ദൃശ്യകലയ്ക്ക് നാട്യം, നൃത്യം എന്ന് 3 വിഭാഗങ്ങളുണ്ട്. വാക്യാർത്ഥാഭിനയമാണ് നാട്യം, താളലയാശ്രയമാണ് നൃത്തം, പദാർത്ഥാഭിനയമാണ് നൃത്യം. നൃത്താഭിനയ പ്രധാനമാണ് കഥകളി. ആഹാര്യം, ആംഗികം, സാത്വികം, വാചികം എന്നീ ചതുർവിധാഭിനയങ്ങളിൽ വാചികമൊഴിച്ചുള്ളവയ്ക്കെല്ലാം കഥകളിയിൽ സ്ഥാനമുണ്ട്. മുദ്രക്കൈ, വാദ്യങ്ങൾ, വേഷങ്ങൾ, സംഗീതം, രംഗച്ചടങ്ങുകൾ ഇത്രയും ഘടകങ്ങൾ ഒത്തുചേർന്നാലേ കഥകളി പൂർണ്ണമാകൂ. വാചികാഭിനയത്തിന് പകരം സംഗീതമാണ്. അടിസ്ഥാന ഘടകം കഥ തന്നെയാണ്. ഹസ്തലക്ഷണ ദീപിക എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് മുദ്രാഭിനയത്തിൽ കഥകളി നടന്മാർക്ക് അവലംബം. അടിസ്ഥാന മുദ്രകൾ 24 എണ്ണമുണ്ട്. ഇവ ചതുർവിംശതി മുദ്രകൾ എന്നറിയുന്നു. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ 4 വാദ്യങ്ങൾ വേണം കഥകളിക്ക്. കേരളത്തിലെ നാടൻ വാദ്യങ്ങളാണിവയെല്ലാം. സാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കഥകളിയിലെ വേഷങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. പച്ച, താടി, മിനുക്ക്, കത്തി, കരി തുടങ്ങിയവയാണ് പ്രധാന വേഷങ്ങൾ. സാത്വികത്തിൽ പെടുന്നവയാണ് പച്ചയും മിനുക്കും. ധീരോദാത്തരായ രാജാക്കന്മാർക്കും സാത്വിക വിഭാഗത്തിൽപ്പെടുന്ന ഇതര നായകന്മാർക്കും പച്ച. ബ്രാഹ്മണർക്കും മുനിമാർക്കും സ്ത്രീകൾക്കും മിനുക്കുവേഷം. സൗമ്യവേഷമാണ് മിനുക്ക്. രാജസ വിഭാഗത്തിൽപ്പെടുന്നവയാണ് കത്തി, താടി എന്നിവ. അസുരപ്രകൃതികളായ ഭീമനും ദുശാസനനും മറ്റും കത്തിവേഷക്കാരാണ്. ചുവന്ന താടിയും വെള്ളത്താടിയുമുണ്ട്. ഹനുമാന്റെ വേഷം വെള്ളത്താടിയാണ്. ഭയജനക പ്രകൃതികളായവർക്ക് ചുവന്ന താടി. താമസ പ്രകൃതികളായ ദുഷ്ടകഥാപാത്രങ്ങൾക്കാണ് കരിവേഷം. കാട്ടാളൻ, ശൂർപ്പണഖ മുതലായവർ കരിവേഷക്കാരാകുന്നു. സോപാന സംഗീത രീതിയാണ് കഥകളിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. രംഗച്ചടങ്ങുകൾ സങ്കീർണമെങ്കിലും പ്രത്യേകം ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നു. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം എന്നിവയാണ് രംഗച്ചടങ്ങുകൾ. കൃഷ്ണനാട്ടം, രാമനാട്ടം, കഥകളി എന്നീ ക്രമത്തിലാണ് കഥകളിയുടെ വളർച്ച. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാൻ കോഴിക്കോട് മാനവേദനോട് കൃഷ്ണനാട്ടക്കാരെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന്റെ രസം ആസ്വദിക്കാൻ കഴിവുള്ളവർ തെക്കരിലില്ല. ഇതായിരുന്നു മാനവേദന്റെ മറുപടി. അപമാനിതനായ കൊട്ടാരക്കര തമ്പുരാൻ സ്വമനോധർമ്മമനുസരിച്ച് രൂപപ്പെടുത്തിയതാണ് രാമനാട്ടം. ചാക്യാർ കൂത്ത്, അഷ്ടപതിയാട്ടം, കൃഷ്ണനാട്ടം, രാമനാട്ടം എന്നീ ക്രമത്തിൽ വളർന്നു വന്ന അഭിനയകല സർവാദരണീയമായ കഥകളിയായി ഉയർന്നത് കോട്ടയത്ത് തമ്പുരാന്റെ കാലത്താണ്. കഥകളിക്ക് സാഹിത്യ പദവി നൽകിയതും തമ്പുരാനാണ്. ഉണ്ണായി വാര്യർ, ഇരയിമ്മൻ തമ്പി, കൊച്ചി വീരകേരളവർമ്മ തുടങ്ങിയ ഒട്ടനവധി ആളുകൾ കഥകളിയെ സമ്പുഷ്ടമാക്കി. കല്ലടിക്കോടൻ നമ്പൂതിരിയും കപ്ലിങ്ങാട്ട് നമ്പൂതിരിയും പ്രത്യേകം പരാമർശം അർഹിക്കുന്നു. കടൽ താണ്ടി കീർത്തി വരിച്ച കലാരൂപമാണ് കഥകളി. അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് വള്ളത്തോളിനോടും. കലാമണ്ഡലത്തിൻ്റെ ആരംഭത്തോടെ നീണ്ട സുഷുപ്തിയിൽ നിന്ന് കഥകളി ഉണർന്നെഴുന്നേറ്റു. കഥകളി പരിഷ്കരിക്കാൻ ഒരുമ്പെട്ടാൽ അവയുടെ ക്ലാസിക് ശൈലിയും സവിശേഷതയും നഷ്ടപ്പെടും. എന്നാൽ കഥകളിയുടെ മൗലിക ഘടനകളിൽ മാറ്റം വരുത്താതെ സാമൂഹിക വിഷയങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാധിച്ചാൽ കഥകളിയുമായി ജനങ്ങൾ കൂടുതൽ ഇണങ്ങിച്ചേരും. ഈ പാതയിലൂടെ ചില കലാപ്രേമികൾ സഞ്ചരിക്കുന്നു എന്നത് അഭിനന്ദനീയമാണ്.